വെൽക്കം ടു ദ ഡേ 2 ഓഫ് മൈ ബാംഗ്ലൂർ വ്ളോഗ്. ഇത് നമ്മൾ കേക്ക് വാങ്ങാൻ നിൽക്കുന്നതല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രെഡ് വാങ്ങാൻ വന്നതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും മുട്ടയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ബാംഗ്ലൂർ പാലസിലേക്കാണ്. ബാംഗ്ലൂർ പാലസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർമ്മ വരെ കസിൻസ് മൂവി ആയിരിക്കും, കാരണം ആ മൂവി അവിടെയാണല്ലോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ കാണാനുള്ളൊരു ക്യൂരിയോസിറ്റിക്ക് നേരെ ഫസ്റ്റ് തന്നെ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. നമുക്ക് ഉള്ളിലത്തെ വിഷ്വൽസ് ഒന്നും എടുക്കാനുള്ള പെർമിഷൻ ഇല്ല, സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും എടുത്തിട്ടില്ല, പുറത്തുള്ള വിഷ്വൽസ് മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ ഉള്ളിൽ കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. നല്ല അടിപൊളി പാലസാണ്. ഓരോ മുക്കിലും മൂലയിലും ഡ്രസ്സിങ് ടേബിൾസും മിറേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കാണുമ്പോൾ നമുക്ക് ആ ഒരു മിറർ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്ര സൂപ്പറായിരുന്നു. നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ഇയർഫോണും ഒരു ഫോണും നമുക്കൊരു പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് നമുക്ക് ഓരോ സ്പോട്ടിലെ കഥകളും കേൾക്കാൻ പറ്റും. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ പോയത് ചർച്ച് സ്ട്രീറ്റിലേക്കായിരുന്നു. അവിടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ അവളെ മീറ്റ് ചെയ്തിട്ട് നമ്മൾ മിനിസോയിൽ കയറി. മിനിസോ കയറിയിട്ട് അവിടുത്തെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നോക്കി വെള്ളം ഇറക്കി നിന്നു. അത്ര അടിപൊളിയായിരുന്നു. ഒരു ലോഡ് ക്യൂട്ടായിട്ടുള്ള ബാഗ്സ്, കുറേ ഡോൾസ്, കുറേ കുപ്പികൾ, കുറേ ബാഗ്സ്, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എടുത്തുകൊണ്ട് പോരാൻ തോന്നും. പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും നിന്നില്ല. അതിനുശേഷം നമ്മൾ നേരെ പോയത് മേഘ്ന ഫുഡ്സിലേക്കായിരുന്നു. അവിടുത്തെ മേഘ്ന ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്. അങ്ങനെ മേഘ്ന ബിരിയാണി കഴിക്കാനായിട്ട് മേഘ്ന ഫുഡ്സിലെത്തി. 2 ബിരിയാണി പറഞ്ഞു. ഞങ്ങൾ 3 പേർക്കും കൂടെ 2 ബിരിയാണി ഓക്കെ ആയിരുന്നു. കാരണം നല്ല ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണി ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് വേറെ ഏതോ ഒരു സ്ട്രീറ്റിലായിരുന്നു. സ്ട്രീറ്റിൻ്റെ പേര് മറന്നു. സോ ആ സ്ട്രീറ്റിൽ പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായില്ല. നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നമ്മൾ വീട്ടിൽ പോവുകയാണ് ചെയ്തത്.